മലയാളികളുടെ പ്രിയപ്പെട്ട ഡോക്ടർ റോബിൻ്റെ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ എല്ലാ ചടങ്ങുകളും അവസാനിക്കുകയാണ്. അതിൻ്റെ അവസാന ചടങ്ങാണ് ഇന്ന്. സാധാരണ രീതിയിൽ 16 വരെയാണ് ഇത്തരം മരണച്ചടങ്ങുകളെല്ലാം നടക്കുക. റോബിൻ്റെ വീട്ടിലും അതുതന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അമ്മയ്ക്ക് ഈ ഭൂമിയിൽ ഇനി അവസാനമായി ചെയ്യാൻ പറ്റുന്നതും ഇതേ കർമ്മങ്ങൾ തന്നെയാണ്. അതെല്ലാം ഗംഭീരമായി നടത്താൻ തന്നെയാണ് റോബിനും റോബിൻ്റെ അച്ഛനും അതുപോലെ തന്നെ ആരതിയും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. അമ്മയ്ക്ക് പെട്ടെന്നാണ് ഈ അസുഖമുണ്ടെന്ന് സ്ഥിരീകരിച്ചതും അതിൻ്റെ ഗ്രേഡെല്ലാം മനസ്സിലായതും. അതുകൊണ്ട് തന്നെ യാത്ര എന്ന് പറയുന്നത് വളരെയധികം തന്നെ പെട്ടെന്നായിരുന്നു. റോബിനെ കൊണ്ട് അതിപ്പോഴും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ഇന്ന് അതിൻ്റെ ചടങ്ങുകൾക്കെത്തിയപ്പോൾ പോലും റോബിൻ്റെ മുഖത്ത് ആ വിഷമം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരത്താണ് റോബിൻ്റെ അമ്മയും അച്ഛനും താമസിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തുന്ന എല്ലാവരും ഇപ്പോൾ കണ്ണീരണിയുകയാണ്. എല്ലാവർക്കും വിഷമം ഇപ്പോൾ റോബിനെ കാണുമ്പോൾ തന്നെയാണ് എന്ന് പറയാം. റോബിൻ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നറിയുമ്പോൾ തന്നെ എല്ലാവർക്കും സങ്കടമാണ് തോന്നുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വിഷമം തോന്നുന്നു എന്ന് അവർ ഒറ്റ വാക്കിൽ പറയുന്നുണ്ട്. ബിഗ് ബോസിൽ റോബിന്റെ ആരാധകരല്ലാത്തവർ പോലും ഇത് കണ്ട് സങ്കടപ്പെടുകയാണെന്നാണ് പറയുന്നത്. ബിഗ് ബോസിലൂടെ റോബിനെ ഇഷ്ടപ്പെടാതെ പോയ പ്രേക്ഷകർക്ക് പോലും ഇപ്പോൾ റോബിന്റെ അവസ്ഥയോർത്ത് സങ്കടമാണ്. അമ്മയ്ക്ക് ഇത്തരമൊരു അസുഖമുണ്ടായിരുന്നുവെന്ന് പലർക്കും അറിയില്ലായിരുന്നു. പലരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. കുറച്ച് മാസങ്ങൾ മാത്രമാണ് ആയത്. അതുകൊണ്ട് തന്നെയാണ് പലരോടും പറയാൻ സാധിക്കാത്തതും. ഇപ്പോൾ റോബിന്റെ വീട്ടിൽ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷമുള്ള 16-ാം ദിവസത്തെ ചടങ്ങുകളാണ് നടക്കുന്നത്. ഇന്ന് അസ്ഥി ഒഴുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടെ തന്നെ അമ്മയുടെ യാത്ര പരിപൂർണ അവസാനത്തിലേക്ക് എത്തുന്നു. അമ്മയ്ക്ക് ഈ ഭൂമിയിൽ ഇനി ചെയ്തു കൊടുക്കാൻ പറ്റുന്നതെല്ലാം തന്നെ ഇത്തരം കർമ്മങ്ങളാണ്. അത് വളരെ മനോഹരമായി എല്ലാം ചിട്ടയോടും ചെയ്തു കൊടുക്കണം. അവസാന ആഗ്രഹമായിരിക്കാം ഒരുപക്ഷെ അമ്മയുടേത്. അമ്മയ്ക്കായി ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു കൊടുക്കാൻ റോബിൻ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്നാൽ കരഞ്ഞു തളർന്ന കണ്ണുകളാണ് റോബിനുള്ളത്. അതാണ് എല്ലാവർക്കും മനസ്സിലാകുന്നൊരു കാര്യം. എല്ലാം ആശ്വസിപ്പിക്കാൻ തൊട്ടരികിൽ ആരതി ഉണ്ടെങ്കിൽ പോലും റോബിനെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് എന്ന് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അമ്മയില്ലാതെ ഒരു നിമിഷം പോലും ചിന്തിക്കാനാകുന്നില്ല. അമ്മ മരിച്ച് 16 ദിവസമായിട്ടും ഇപ്പോഴും അതിൽ നിന്നും തിരിച്ചു വന്നിട്ടില്ല. ഓരോ ദിവസവും അമ്മയെക്കുറിച്ചുള്ള സ്റ്റോറികളും പോസ്റ്റുകളും മാത്രമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഒരു വഴി പോലും എക്സ്ട്രാ എഴുതുന്നില്ല. അതിനർത്ഥം അദ്ദേഹത്തിന് എഴുതാൻ സാധിക്കുന്നില്ല എന്നത് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഡോക്ടർ റോബിൻ. എന്നാൽ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പെരുമാറുന്നത്. അമ്മ മരിച്ചപ്പോൾ പോലും അമ്മ പോയി എന്ന് മാത്രമാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നത്. ഒരു കുറിപ്പോ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വേദനയോ ഒന്നും തന്നെ അദ്ദേഹത്തിന് എഴുതാൻ സാധിച്ചില്ല. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.